ഒരുപാട് പേര് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഓർക്കിഡ്സ് ഏതൊക്കെയാണ്. അതായത് ആദ്യമായിട്ടൊക്കെ പ്ലാന്റ്സ് വളർത്തുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കെയറിങ് കുറവുള്ള ഓർക്കിഡ്സ്. അതിൽ മെയിനായിട്ടുള്ളൊരു 5 വെറൈറ്റി ഞാൻ പരിചയപ്പെടുത്താം. നേരത്തെ മുതൽ തന്നെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിനെയാണ് നമ്മൾ ബിഗിനർ ഓർക്കിഡ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീക്വൻറ്റ് ബ്ലൂമറാണ്, അതുപോലെ ലോ മെയിൻ്റനൻസ് ആണ്. ലോ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല വെയിലത്ത് വളർത്താം, തണലത്ത് വേണമെങ്കിൽ തണലത്ത് വളർത്താം. എങ്ങനെ ഇത് വളർത്തിയാലും വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഒക്കെ നന്നായിട്ട് നമ്മളുടെ ക്ലൈമറ്റുമായിട്ട് അഡാപ്റ്റ് ആവുന്ന ഒരു വെറൈറ്റിയാണ് ഡെൻഡ്രോബിയം ഓർക്കിഡ്സ്. അതുകൊണ്ടാണ് ഡെൻഡ്രോബിയം ഓർക്കിഡ്സിനെ പൊതുവേ ബിഗിനർ ഓർക്കിഡ് എന്നറിയപ്പെടുന്നത്. പക്ഷേ ഇതിൽക്കാളും ലോ മെയിൻ്റനൻസ് ആയിട്ട് ഓർക്കിഡുകൾ ഇപ്പോൾ പുതിയതായിട്ട് ഒരുപാടുണ്ട്. ഇതാ എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടോ, ഇതെല്ലാം നമ്മുടെ സ്പൈഡർ ഓർക്കിഡുകളാണ്. അടുത്ത ഒരു ബിഗിനർ ഓർക്കിഡ് എന്ന് പറയാം നമുക്ക് സ്പൈഡർ ഓർക്കിഡ്സ് ആണ്. സ്പൈഡർ ഓർക്കിഡ്സിന് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. അരണ്ടപ്പാനി, അതുപോലെ 500 അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പുരി വെയിലത്ത് വയ്ക്കുകയും ചെയ്യാം. എവിടെയെങ്കിലും നിങ്ങൾ ചുമ്മാ കൊണ്ടിട്ട് നോക്കി അവിടെ കിടന്ന് ഏതെങ്കിലും മരങ്ങളിലൊക്കെ പറ്റിപ്പിടിച്ച് വളർന്നു പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ചെയ്യും. കുറച്ച് നമ്മുടെ തെറേറ്റുമായിട്ട് അത്രയും ഫ്രീക്വൻറ്റ് ബ്ലൂമർ അല്ല എങ്കിലും വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് നമ്മുടെ സ്പൈഡർ ഓർക്കിഡ് വെറൈറ്റികൾ. അടുത്തായിട്ട് വരുന്നത് ടെറേറ്റുവാൻഡ വെറൈറ്റികളാണ്. ഈ കാണുന്നതൊക്കെ ടെറേറ്റുവാൻഡ ഓർക്കിഡ്സ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊരി വെയിലത്ത് വളർത്താം, അതുപോലെ തന്നെ വാൻഡയുടെ ഫ്ലവേഴ്സ് പോലെ വലിയ ഫ്ലവേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ മണ്ണിലോ എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ തന്നെ പ്ലാന്റ് നന്നായിട്ട് വളരുകയും ചെയ്യും, നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയും ചെയ്യും. അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളും എപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് മൊക്കാറ ഓർക്കിഡ്സ്. ഇത് നല്ലൊരു ലോ മെയിൻ്റനൻസ് വെറൈറ്റിയാണ്. കാരണം ഒരു 80% ഒക്കെ ലൈറ്റിലും അതുപോലെ പ്രത്യേകിച്ച് ഡെയിലി വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഒക്കെ നന്നായിട്ട് വളരുന്നൊരു വെറൈറ്റിയാണ് മൊക്കാറ വെറൈറ്റികൾ. അപ്പം ഇത് ഞാൻ ലോ മെയിൻ്റനൻസ് ആയിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഒരു ഹാർഡി വെറൈറ്റി ഓർക്കിഡാണ് നമ്മളുടെ ഒരു കാറ്റ്ലിയ എന്ന് പറയുന്ന ഓർക്കിഡ്സ്. ഇതെല്ലാം പൊതുവേ ബിഗിനർ ഓർക്കിഡായിട്ട് പറയുന്ന വെറൈറ്റിയാണ്. ഫ്രീക്വൻറ്റ് ബ്ലൂമർ അല്ല എങ്കിലും ചില വെറൈറ്റികൾ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവേഴ്സ് ചെയ്യുന്ന വെറൈറ്റികളും ചില ഹൈബ്രിഡ്സ് ഉണ്ട്. അപ്പം ഈ കാറ്റ്ലിയ എന്ന് പറയുന്നത് അത്യാവശ്യം ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള മറ്റൊരു വെറൈറ്റിയാണ്. ഞാൻ ഈ പറഞ്ഞ വെറൈറ്റികളൊക്കെ നിങ്ങൾക്ക് വളർത്താമെന്നുണ്ടെങ്കിൽ ഓർക്കിഡ്സിനെ പറ്റി ഒന്നും അറിയത്തില്ലെങ്കിലും വളരെ നന്നായിട്ട് ഇതുപോലെ ഫ്ലവർ ചെയ്ത് അടിപൊളിയായിട്ട് പ്ലാന്റ് വളരുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളുടെ ബിഗിനേഴ്സ് കിറ്റായിട്ട് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡെൻഡ്രോബിയത്തിൽ വരുന്ന ഒരു ബിഗിനേഴ്സ് കിറ്റാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞ വെറൈറ്റികളാണ്. അപ്പോൾ ഇത് ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്താൽ അടിപൊളിയായിട്ട് നിങ്ങളുടെ ഗാർഡനിൽ ഫ്ലവർ ചെയ്ത് നിൽക്കും.